മലയാളിയുടെ ഒരു ആസ്വാദനത്തിലേക്ക് സലിം പയ്യെ അങ്ങ് പ്രവേശിക്കുകയാണ്. പയ്യെന്ന് പറയാൻ പറ്റില്ല, ഒരു കൊല ചിരിയിരിച്ചിട്ടാണ് കയറി വന്നത്. അന്നാ ചിരി സംവിധായം പറഞ്ഞോ, ലാലൊക്കെ പറഞ്ഞോ ഈ ചിരിക്കാത്തൊരു USP ഉണ്ട്, ഒരു സെല്ലിംഗ് പോയിന്റ് ഉണ്ട് സലീമേ എന്ന് പറഞ്ഞോ? ഇല്ല, അങ്ങ് അഭിനയിച്ചു. അങ്ങനെ ചിരിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ചിരിച്ചുപോയി, അവരൊക്കെ പറഞ്ഞു. ചിരിച്ചു പോയതാണോ ചിരിപ്പിച്ചതാണോ? സ്വന്തം ചിരിച്ചു പോയതാണ്. അവരത് ഓക്കെ പറയുകയും ചെയ്ത്. അല്ല, എനിക്കിപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ മക്കള്, എൻ്റെ വൈഫൊക്കെ അങ്ങനെ ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ ഈ ലാൽ ക്രിയേഷൻ്റെ പടങ്ങളാണ്. ആയ കണ്ടേക്കണ അല്ല, ഒട്ടുമിക്ക പടങ്ങളുടെ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. വേറെ ഞാൻ കൊണ്ടുപോകാറില്ല, അവർ വന്നൊന്നും പറയാറുമില്ല. അവിടെ ആകുമ്പോൾ ലാലേട്ടൻ്റെ വൈഫുണ്ട്, ഇവരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരാ അങ്ങോട്ട്. അപ്പോൾ ഈ ലാലേട്ടൻ്റെ ഏകദേശം കുറേ ഒട്ടുമിക്ക പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അഭിനയിക്കാൻ വയ്യാത്ത പടങ്ങൾ തന്നെയാണ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. ഒരെണ്ണോ രണ്ടെണ്ണോട്ടൊക്കെ ഉള്ളൂ. എനിക്കിപ്പോഴും ലാലേട്ടനൊക്കെ വിളിച്ചാൽ അതൊരു വേറൊരു എക്സ്കർഷൻ മൂഡാണത്. ലാലിൻ്റെ പടത്തിൽ അഭിനയിക്കാന്ന് പറയുന്നത്. അതെ അതെ, മനസ്സിൻ്റെ ഈ പറഞ്ഞ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് ഇറക്കി വെക്കും. അതെ അതെ. ഇപ്പൊ ദിലീപ് ആണെങ്കിൽ ശരി, ദിലീപുമായിട്ട് നല്ല സിഗ്ഗാണ്. അതെ, ഇപ്പൊ ഇതെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടല്ലോ. ദിലീപ്, റാഫി മക്കാട്ടിൻ, ഷാഫിയാണ് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, ലാലേട്ടനാണ് എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അതൊരു സുരേഷ് ഏട്ടൻ, അതൊരു എക്സ്കർഷൻ മൂടായിരുന്നു ഒരു ഷൂട്ട്. ആ ഒരു സുഖമൊന്നും എനിക്ക് പിന്നീടൊരു കിട്ടിയിട്ടില്ല. പിന്നീട് കിട്ടണമെങ്കിൽ ലാലേട്ടൻ ഡയറക്ടറായിട്ടുള്ള പടത്തിന് ഞാൻ പോയി. അപ്പോഴും പക്ഷേ ഫുൾ ടൈം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇമാതിരി പടങ്ങൾ എന്നെ വിളിക്കരുത്, നിങ്ങൾ അഭിനയിക്കുന്ന പടങ്ങൾ മാത്രം വിളിച്ചാൽ മതി. അല്ല, ഒരു കണക്കിന് ദിലീപും മറ്റേ ലാലൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻസിൽ സലീം കുമാറെ കൊണ്ട് തിളങ്ങും. അത് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു മൂടുന്നത് ഒരു മത്സരം ഉണ്ടോ? മത്സരമല്ല, അതൊരു നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുടെ കൂടെ ഒരു എക്സ്കർഷനൊക്കെ പോകുമ്പോൾ നമ്മൾ അറിയാതെ അവരായിട്ട് ഉള്ള ഇതിന്റെ പേരിൽ ഒന്നുകൂടെ കാണിച്ചു തരാൻ അതെ. ഇതിൽ ചെറുതെങ്കിലും കൈ നിട്ടാണോ? അത് തന്നെ വരുന്നതാണോ? കൈ നിട്ടുന്ന ഇതിന്റെ സ്ക്രിപ്റ്റ് ബെന്നി പി നായരമ്പലമാണ്, ഷാഫിയാണ് ഡയറക്ടർ. അപ്പൊ ഷാഫി എന്ന് വെച്ചാല് നോക്കാണ്ട് ഫുൾ പവറിലങ്ങ് പവറിലങ്ങോട്ട് പോവാ. കാരണം ഷാഫിയുടെ എല്ലാ പടത്തിനും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വൺ മാൻ ഷോ തുടങ്ങി ഇപ്പൊ അവസാനം ഇറങ്ങിയ പടത്തിൽ വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഞാൻ നേരത്തെ നിർത്താൻ പോകുന്നതൊക്കെ പറയുമ്പോൾ ഈ ഷാഫിയുടെയൊക്കെ പടങ്ങൾക്ക് എങ്ങനെ ഷാഫി ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഈ ലാലും ഷാഫി എല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ സലീം അങ്ങോട്ട് നിർത്തിപ്പോയാൽ വലിയ ബുദ്ധിമുട്ടാവും. രാത്രി ഈ പ്രഖ്യാപനമൊക്കെ നടത്തി രാത്രി ഇങ്ങനെ ആലോചിക്കുമോ, മണ്ടത്തരായോ? അല്ല, മണ്ടത്തരം ഞാൻ അങ്ങനത്തെ ഒരു പ്രഖ്യാപനം ഞാൻ ഇനി അഭിനയിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടില്ല. മാറിയോ? അല്ല, 3 വർഷം കഴിഞ്ഞ് ഞാൻ 3 വർഷം കഴിഞ്ഞ് അഭിനയം നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണോ പറഞ്ഞത്? ആലോചിക്കുമെന്നൊന്നുമല്ല പറഞ്ഞ, അഭിനയം നിർത്തും. നിർത്തും. പിന്നെ അപ്പോഴൊക്കെ ഒരു പക്ഷേ ഇതൊക്കെ മാറി കാണും ചിലപ്പോൾ.